പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശരത് ലാൽ, കൃപേഷ് എന്നീ രണ്ട് കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട രണ്ട് യുവാക്കളെ മാരകമായി പ്രാകൃതമായി വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി ജയിൽ ശിക്ഷ വിധിച്ച, ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതികളെ ജയിലിൽ പോയി കാണാൻ CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് സഖാവ് P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിൽ സന്ദർശനം നടത്തുകയും ആ കുറ്റക്കാരായിട്ടുള്ള കൊലപാതക കേസിലെ പ്രതികൾക്ക് അഭിവാദ്യമർപ്പിക്കുകയും ചെയ്യുന്ന CPM കൊലപാതക രാഷ്ട്രീയത്തിനും ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ രാഷ്ട്രീയത്തിനും പരസ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയാൽ പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പരസ്യമായി CPM പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ട് ചെറുപ്പക്കാർ, കൃപേഷും ശരത് ലാലും ഉൾപ്പെടെയുള്ള ഈ രണ്ട് കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ മലക്കറി കരിയുന്നത് പോലെ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുന്നത് പോലെ വെട്ടിനുറുക്കി കഷണമായി വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ പ്രാകൃതമായ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് കോടതി വിചാരണ നടത്തി ശിക്ഷ വിധിച്ച് ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് സമ്പൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അവർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുക, അതിന് നേതൃത്വം കൊടുക്കാൻ CPM-ന്റെ സംസ്ഥാന നേതാവ് സഖാവ് P. ജയരാജൻ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊലപാതക ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ രാഷ്ട്രീയത്തെ CPM പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് പരസ്യമായി അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം. ഇത് നിയമവാഴ്ചയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കോടതിയോടും കോടതി വ്യവസ്ഥയോടും നിയമവാഴ്ചയോടുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്രയും പ്രാകൃതമായ ക്രിമിനൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൊലപാതക സംഘത്തിന് അഭിവാദ്യം പ്രഖ്യാപിക്കാൻ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാജ്യത്ത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അവർ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, നിയമവാഴ്ചയിൽ വിശ്വാസമില്ല, അവർ പാർട്ടി വാഴ്ചയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് ക്രിമിനൽ കൊട്ടേഷൻ അധോലോക മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി പരസ്യമായി പുകവലിയെ ന്യായീകരിക്കുന്നു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഉപഭോഗം വർദ്ധിക്കുമ്പോൾ അതിനെതിരായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ മയക്കുമരുന്നിന്റെ വിനിയോഗത്തെ പോലും സാധൂകരിക്കുന്ന സാംസ്കാരിക മന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം മാഫിയ സംഘത്തെ വളർത്താനാണ്, അധോലോക ഭീകര കൊട്ടേഷൻ സംഘത്തെ വളർത്താനാണ്, ക്രിമിനൽ മാഫിയ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പം മയക്കുമരുന്നിന്റെ വിനിയോഗത്തെയും ഉപഭോഗത്തെയും പൂർണ്ണമായും പിന്തുണയ്ക്കുക, കൊലപാതക രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഒരു അധോലോക മാഫിയ സംസ്കാരത്തെ പിണറായി വിജയൻ കേരളത്തിൽ 9 വർഷക്കാലം കൊണ്ട് വളർത്തിയെടുത്തിരിക്കുന്നു.